മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നീട് ഡ്രസ്സ് മാറിയിട്ട് വരികയാണ് കേട്ടോ കണ്ണൻ്റെ അടുത്തേക്ക്. താൻ ഡ്രസ്സൊക്കെ എടുത്തിടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. വേണ്ട കണ്ണേട്ടാ, അവിടെ എൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഡ്രസ്സ് കൊണ്ടുപോകണത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അവിടെ പോയിട്ട് തനിക്ക് ശരിയല്ല എന്നിങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പോരണം എന്നിങ്ങനെ പറയുന്നു. തന്നെ സ്നേഹിക്കാൻ അമ്മയുണ്ട്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, താനാണുള്ളത്. താൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു ഒറ്റപ്പെടലാണ്, അതുകൊണ്ട് താൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം കേട്ടോ എന്ന് കണ്ണൻ മഹിയോട് പറയുകയാണ്. ഏത് രീതിയിലും നമ്മളെ അകറ്റാൻ നോക്കും, അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം നീ നിൽക്കാൻ എന്നിങ്ങനെ പറയണത് കേൾക്കുമ്പോൾ മഹി പറയും, നമ്മുടെ മനസ്സിൽ നന്മയുണ്ട് കണ്ണേട്ട, അതുകൊണ്ട് ഒരിക്കലും ആർക്കും നമ്മളെ വേർപിരിക്കാൻ കഴിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം എന്നാൽ ശരി ഞാനും വരാം തൻ്റെ കൂടെ എന്ന് പറഞ്ഞ് കണ്ണനും താഴോട്ട് പോവുകയാണ് കേട്ടോ. ദുർഗ മഹയുടെ അടുത്ത് ചോദിക്കണം, നിനക്കിപ്പോൾ സന്തോഷമായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കെട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കണ്ണൻ പറയണത് കേട്ടതുണ്ടോ. അമ്മ മാത്രമാണ് അവിടെ എങ്കിൽ ഞാൻ അവിടെ വന്ന് താമസിച്ചേനെ. പക്ഷേ നമ്മുടെ ആ രണ്ടാം ഭർത്താവ് എന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ, അയാളും മുത്തശ്ശിയും അവർക്ക് ഒരു നുള്ളു പോലും സ്നേഹമില്ല. അവർ മേഘനാഥൻ്റെ കൂടെ പിടിച്ച് എന്നെയും മഹിയെയും ഉപദ്രവിക്കാനേ ഇന്ന് വരെയുള്ളൂ എന്നിങ്ങനെ പറയണേ. ഇപ്പം നാടോടി സ്ത്രീൻ്റെയും ദൈവത്തിൻ്റെയും നല്ല പേര് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ദുർഗ പറയുന്നുണ്ട്, അവൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ലല്ലോടാ, ഏതായാലും പോയി നിൽക്കട്ടെ അവൾ 2 ദിവസം എന്നിങ്ങനെ അവൾ കുറച്ച് ദിവസം പോയി നിൽക്കട്ടെ എന്നിങ്ങനെ പറയണം കേട്ടോ. കുറച്ച് ദിവസം നിൽക്കാൻ പറ്റില്ല, 2 ദിവസം നിന്നാൽ മതി, അതിനുശേഷം താൻ ഇങ്ങോട്ട് വരണം, താനില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് കണ്ണൻ തീർത്ത് പറയുകയാണ് കേട്ടോ. അതേസമയം കരുണയും ഉണ്ണിയും കൂടി വരികയാണ്. മോഹിനി ചോദിക്കുകയാണ്, മോൻ വരണോ എന്ന് ചോദിക്കും. ഇല്ല ഞാൻ വരുന്നില്ല, അമ്മ അവളെ കൊണ്ടുപോയിട്ട് വേഗം വിട്ടാക്കിയാൽ മതി എന്നിങ്ങനെ ഉണ്ണി പറയുകയാണ് കേട്ടോ. അതേസമയം 2 ദിവസം അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ കണ്ണൻ പറയുന്നത് കേൾക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു പെൺകോന്തൻ എന്നിങ്ങനെ പറയണേ. അതിനുശേഷം മോഹിനി യാത്ര പറഞ്ഞ് കാറിൽ കയറാൻ നേരത്ത് മഹി ഇങ്ങനെ കണ്ണനെ നോക്കുകയാണ് കേട്ടോ. രണ്ടുപേരും മനസ്സോടെ കൂടിയിട്ട് കൈ കാണിക്കുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു ദുർഗയും പറയണം, ഓ ഇങ്ങനെ ഒരുത്തനെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്നിങ്ങനെ പിന്നെ മനസ്സിൽ വിചാരിക്കണം കേട്ടോ. അതേസമയം പോകാൻ നേരത്ത് കണ്ണൻ പറയണ്ടേ, ഇനി ഇയാൾ ഉണ്ടാക്കണ ഭക്ഷണമൊക്കെ കഴിക്കാട്ടോ, അത്യാവശ്യം ചേച്ചി എന്നൊക്കെ വിളിക്കുക, അതായത് സ്നേഹിക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് പേടിക്കണ്ട എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ കരുണ പറയുമോ, തുടങ്ങി ഇയാളുടെ ഉപദേശം എന്നിങ്ങനെ കരുണ പറയാണ് കേട്ടോ. വണ്ടി കയറാൻ നേരത്ത് ഇങ്ങനെ കണ്ണനും മഹിയും കാണിക്കുന്നത് കണ്ടിട്ട്, ഓഹോ ഇവർക്ക് ഓരോ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ ഇവർ എവിടേക്കോ പോണ പോലെ തോന്നുകയാണെന്നൊക്കെ മഞ്ജു ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം പ്രതാപൻ അമ്മയോട് ഇങ്ങനെ പറയുകയാണ്, അമ്മയെ അഭിനയം സൂപ്പറാക്കണം, എന്തായാലും അവർക്ക് ഒരിക്കലും തോന്നരുത് എന്നിങ്ങനെ പറയുന്നത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്, ഞാൻ അഭിനയം സൂപ്പറാക്കുക, അവളെ സ്നേഹിച്ച് ഞാൻ എന്നിങ്ങനെ പറയണം കേട്ടോ. ഏതായാലും ശരി, ഈ സ്നേഹം നീ നീട്ടി കൊണ്ടുപോകരുത്, ഇന്ന് രാത്രി തന്നെ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണം, അല്ലാതെ എനിക്ക് പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മോഹിനി അവരെത്തുകയാണ് കേട്ടോ. അവരെത്തി എന്നിങ്ങനെ പറയണം. അവരെ കണ്ടതും മുത്തശ്ശി ഇങ്ങനെ, അയ്യോ എൻ്റെ കൊച്ചുമോൾ എത്തിയല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓടി പോകണം കേട്ടോ. കരുണയെ കെട്ടിപ്പിടിക്കാനാണ് പോണത് എന്നിങ്ങനെ വിചാരിക്കണം കേട്ടോ. അതേസമയം മഹി ഇങ്ങനെ കെട്ടിപ്പിടിക്കണം കേട്ടോ. അത് കാണുമ്പോൾ കരുണ ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എൻ്റെ പൊന്നുമോളെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കണം കേട്ടോ. അതേസമയം ഇങ്ങനെ പറയും, നാടോടി സ്ത്രീ പറഞ്ഞത് ദൈവ നിശ്ചയമുള്ള പെണ്ണാണ് നീ എന്നാണ് പറഞ്ഞത്, ഞങ്ങളുടെ കരുണമോളുടെ നല്ല പ്രസവത്തിന് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട്, ഇതുവരെ എൻ്റെ 2 കൊച്ചുമക്കളെ എനിക്ക് ഒരുപാട് സ്നേഹമാണ് എന്നൊക്കെ പറയണം കേട്ടോ. അതേസമയം പ്രതാപൻ മഹിയോട് ഇങ്ങനെ പറയണം, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മോള് മാപ്പാക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. മഹിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കരുണ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. പ്രതാപനോട് മഹി പറയണ്ട, അച്ഛ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛ എന്നിങ്ങനെ പറയണം കേട്ടോ. മോളെ ഞാൻ വിഷുവിന് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അത് കാരണം എൻ്റെ കൈ പൊള്ളി, അങ്ങനെ പല ദോഷങ്ങളും വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കരുണ മോളുടെ നല്ലൊരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, അവളുടെ ഗർഭം അലസിപ്പോകാതിരിക്കാൻ മോളുടെ പ്രാർത്ഥന കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. ഇതെല്ലാം പറഞ്ഞിട്ട് ആകെ ഞെട്ടിപ്പോകണം കേട്ടോ. മഹിക്ക് ആകെ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. ഇതിങ്ങനെ കണ്ടിട്ട് ഇത് സത്യമാണോ വൃത്തിയാണോ എന്നുള്ളത് അറിയില്ലല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. ഇനി ഒരു
പക്ഷഭേദം പന്തലില്ല, എൻ്റെ 2 പേരക്കുട്ടികളും ഒരേപോലെയാണ് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി 2 പേരെയും വിളിച്ചിട്ട് പോകണം കേട്ടോ. കരുണമോളെ മോഹിനി വിളിക്കണം കേട്ടോ. വാ മോളെ പറഞ്ഞിട്ട് കരുണമോളെ ആകെ അന്തം വിട്ട് നിൽക്കണം കേട്ടോ. ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അതേസമയം പ്രതാപം കരുണമോളോട് ഇങ്ങനെ കണ്ണ് കാട്ടുകയാണ് കേട്ടോ. അപ്പോൾ കരുണയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയുകയാണ്. അതിനുശേഷം കണ്ണനിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. മഹിയുടെ കാര്യങ്ങളിങ്ങനെ പഴയ കാര്യങ്ങൾ ഓരോന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. മഹി ഇല്ലാതെ ഒരിക്കലും എനിക്കിരിക്കാൻ പറ്റില്ല. അല്ല, അവൾ ഇത്ര മണ്ടിയായിപ്പോയി. അവിടെയുള്ളവരെല്ലാവരും ശത്രുക്കളെ പോലെയാണ്, അമ്മ മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്താ അവളിങ്ങനെ പോയത് എന്നിങ്ങനെ ചിന്തിക്കണം. അതേസമയം മഹി ഇങ്ങനെ ഫോൺ ചെയ്യണം കേട്ടോ. തൻ്റെ കാര്യം ഞാൻ ഇപ്പം ചിന്തിച്ചേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. ആണോ, ഏതായാലും ശരി, ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് താനില്ലാതെ എന്ന് പറയും. എന്നാൽ ശരി, അവിടെ 2 പേരും എത്തും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അനന്തവും ലേഖയും വരികയാണ്. വന്നിരിക്കുക എന്ന് പറയും. ഏതായാലും ഒറ്റയ്ക്കല്ലേ, കണ്ണേട്ടൻ അവിടെ ഇരിക്കണ്ട, അവരുടെ കൂട്ടത്ത് പോകണം എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നാൽ ശരി ആയിക്കോട്ടെ എന്നിങ്ങനെ പറയണം. പിന്നീട് ഞാൻ അനന്തുവിനോടും ലേഖയോടും പറയണം, ഞാൻ നിങ്ങളെ വിളിക്കണം പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു, ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ബോറടിച്ചു എന്നിങ്ങനെ പറയും. അപ്പോൾ അനന്ത് പറയും, മഹി ഇല്ലാതെ തന്നെ ഇവിടെ ഒരു നിമിഷം ഇരുത്താൻ പറ്റില്ല. കാരണം അവർ നിൻ്റെ ഭക്ഷണത്തിലെങ്കിലും എന്തെങ്കിലും ചെയ്യും. അവർക്ക് നിനക്കൊരു കുടുംബജീവിതം ഉണ്ടാകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതുണ്ടായപ്പോൾ നിൻ്റെ സ്വത്തും മുതലും അവർ ആഗ്രഹിച്ചു. അത് കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അവർ നിന്നെ തീർക്കാനും കൂടി മടിക്കില്ല. അതാണ് ഇന്നത്തെ കാലം. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് അനന്തുവിനോട് ലേഖ പറയുകയാണ്. ഞാൻ താഴെ ഇറങ്ങി നിൽക്കുക, എത്രയും പെട്ടെന്ന് കണ്ണേട്ടനെ റെഡിയാക്കി നമുക്ക് പോകാം എന്നിങ്ങനെ പറയുകയാണ്. എനിക്ക് തോന്നുന്നത് നീ ശരിക്കും ഇവിടുന്ന് മാറി താമസിച്ചാലും കുഴപ്പമില്ല എന്നാണ് അനന്തു ഇങ്ങനെ പറയണത്.